മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് പോകുന്നതിന് മുമ്പ് അൻസാറുകളെയും മുഹാജിറുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മുഹാജിറുകളുടെ നേതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ, യുദ്ധമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക, ഞങ്ങൾ കൂടെയുണ്ടാകും. പക്ഷേ നബി തങ്ങൾക്ക് വേണ്ട മറുപടി അൻസാറുകളുടെ മറുപടിയായിരുന്നു. അത് മനസ്സിലാക്കിയ അൻസാറുകളുടെ നേതാവ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, നബിയെ, അൻസാറുകളെ സംബന്ധിച്ച് അങ്ങ് എന്ത് ധരിച്ചു? അങ്ങെങ്ങാനും ഒരു വലിയ നിലയില്ലാത്ത സമുദ്രം കാണിച്ചു തന്നിട്ട് ആ സമുദ്രത്തിലേക്ക് ചാടണമെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ അവിടെ രണ്ടാമതൊന്നും ആലോചിക്കാതെ മുത്ത് റസൂലാണ് ഞങ്ങളോട് പറഞ്ഞത് എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അതിൽ ചാടാൻ ഞങ്ങൾ തയ്യാറാണ് മുത്തുനബിയെ. അതിന് മാത്രം അങ്ങക്ക് ഞങ്ങളെ ജീവിതങ്ങളെ സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് എന്താണ് ലക്ഷ്യമിടുന്നത്? അത് ബദറിന്റെ പോർക്കളമാണെങ്കിൽ അതിന് അങ്ങ് ആഹ്വാനം ചെയ്യുക. മുന്നിൽ നിൽക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങളെ ശരീരവും ഞങ്ങളെ സമ്പത്തും അതിനു വേണ്ടി ദീനിനെ സമർപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള 313ഓളം വരുന്ന ധീരയോദ്ധാക്കളുടെ ചരിത്രമാണ് പരിശുദ്ധമായ ബദർ ദിനത്തിലെ ബദരീങ്ങളുടെ ചരിത്രം. അള്ളാഹു അവരെ ഹക്കുകൊണ്ട് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ.